കരിയർ ആരംഭിച്ച് പിന്നീട് ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്ത് എഴുത്തുകാരിയായി മാറിയ ആളാണ് ശ്വേത ഗണേഷ് കുമാർ. ബെസ്റ്റ് സെല്ലിംഗ് ഓതർ എന്ന പേര് നേടിയെടുത്ത ശ്വേത ഗണേഷ് കുമാറാണ് ഇന്ന് പെൺപെരുമയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്വേത, പെൺപെരുമയിലേക്ക് സ്വാഗതം. താങ്ക് യു. വളരെ സന്തോഷം വരാൻ കഴിഞ്ഞതിൽ. പഠനകാലം ചെലവഴിച്ച നഗരത്തിൽ തന്നെ പിന്നീട് സ്വന്തം ബുക്ക് റിലീസിനായിട്ട് എത്തുക, വളരെ എക്സൈറ്റഡ് ആണോ? അതെ, വളരെയേറെ. ഞാനിവിടെ സെൻറ്റ് റിസേഴ്സിൽ പഠിക്കുന്ന സമയത്ത് സ്വപ്നം പോലും കണ്ടിട്ടില്ല എങ്ങനെ തിരിച്ചു വരാൻ കഴിയും, അതും മീഡിയനെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും, ജോണി ലൂക്കോസ് സാറിൻ്റെ മാതിരി ഒരു മീഡിയ സെലിബ്രിറ്റി ആയിട്ട് എൻ്റെ ബുക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നുള്ളതൊന്നും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്നലെ ആ ഇവൻറ്റ് നടന്ന സമയത്ത് അങ്ങനെയൊക്കെ കഴിയുക, ആൾക്കാർ വരിക, വന്നിട്ട് കൊച്ചിയിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആകെ കൂടി ഒരു ത്രില്ലായിരുന്നു. അപ്പോൾ ബുക്ക് സൈനിങ്ങിൻ്റെ സമയത്തും ഡേറ്റ് എഴുതണം, ഡേറ്റും സ്ഥലവും എഴുതിയിട്ടാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചീൻ്റെ കൂടെ എൻ്റെ പേര് സൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ത്രില്ല് തന്നെയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ആദ്യം ബുക്കിനെ കുറിച്ച് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഒരു കമ്മിങ് അപ്പ് ഓൺ ദി ഷോ എന്ന് പറയുന്നത്, എന്താണെന്നൊന്ന് പറയാമോ? ആക്ച്വലി ഞാൻ ജേർണലിസ്റ്റ് ആയിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 2009 കല്യാണം കഴിഞ്ഞപ്പോൾ ഫിലിപ്പീൻസിലേക്ക് പോയി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയപ്പോൾ റിസെഷൻ്റെ ഹൈറ്റ് ആയിരുന്നു. യാതൊരു വിധത്തിലുള്ള ജോലിയും ഒരു ഇന്ത്യയിൽ നിന്ന് വന്നൊരു പത്രപ്രവർത്തകയ്ക്ക് ഉള്ള സ്കോപ്പേ ഉണ്ടായിരുന്നില്ല. പല സ്ഥലത്തും അപ്ലൈ ചെയ്തു, ഒരു ജോലിയും കിട്ടിയില്ല. ഫ്രസ്ട്രേഷൻ കാരണം ഇരുന്നിട്ട് എഴുതാൻ തുടങ്ങി. ഇങ്ങനെ ബ്ലോഗിൻ്റെ അകത്ത് പലതരം റാൻസും എന്താണ് ശരിയാവുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ ഇവിടെ നാട്ടിൽ താമസിക്കുന്ന ഒരു ഫ്രണ്ട്, ഒരു എഡിറ്റർ ന്യൂസ് പേപ്പറിൻ്റെ, അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വൈ ഡോണ്ട് യു റൈറ്റ് ട്രാവൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞു. പിന്നെ ഫിലിപ്പീൻസും ഇത്രയധികം ഐലൻഡ്സ്, 7100 ഐലൻഡ്സ് ഉണ്ട് ഫിലിപ്പീൻസിൽ. അങ്ങനെ ഞാനും ഹസ്ബൻഡും വീക്കെൻഡ്സിന് പോവായിരുന്നു. അതിനെപ്പറ്റി എഴുതാൻ തുടങ്ങിയിട്ടാണ് എഴുത്ത് അങ്ങനെ ഒരു പ്രൊഫഷണലി ടേക്കപ്പ് ചെയ്തത്. ആ ട്രാവൽ കോളംസ് വരാൻ തുടങ്ങിയപ്പോൾ പല എഡിറ്റേഴ്സും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചിക്കൻ സൂപ്പിൻ്റെ ഇന്ത്യൻ എഡിഷൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെയാണ്. 2 എണ്ണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു ബുക്ക് തന്നെ എഴുതിയാൽ എന്താന്ന് വിചാരിച്ചിട്ട് തുടങ്ങി. ഫസ്റ്റ് മാനുസ്ക്രിപ്റ്റ് എഴുതി, ഒരു കമ്മിങ് അപ്പ് ഓൺ ദ ഷോ ആയിരുന്നു ഫസ്റ്റ് ബുക്ക്. ഈ ഒരു ന്യൂസ് ട്രെയിനിൻ്റെ കഥയായിരുന്നു. എങ്ങനെയാണ് ഒരു ന്യൂസ് ഓർഗനൈസേഷനിൽ നമ്മൾ ബോട്ടം റങ്ങിലാവുമ്പോൾ, നമ്മളൊരു ജേർണലിസം സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടൊരു ന്യൂസ് ഓർഗനൈസേഷനിൽ കയറുമ്പോൾ പല സ്വപ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മളെ റിപ്പോർട്ടറാക്കും, ഇപ്പം മയക്കും കൊണ്ട് പോയി എല്ലാം നാട് നന്നാക്കി കളയാന്നുള്ളൊരു ഫീലിങ്ങോടെ കയറുമ്പോഴേക്കും ആക്ച്വലി നമ്മൾ തുടങ്ങുന്നത് ബോട്ടം നിന്നാണ് എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ഫസ്റ്റ് ബുക്ക്. വളരെ കോൺഫിഡൻ്റ് ആയി പല പബ്ലിഷേഴ്സിനും അയച്ചു, എല്ലാവരും റിജക്റ്റ് ചെയ്തു. വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് വീട്ടിലിരുന്ന് കരച്ചിലും ഇതൊക്കെയായിരുന്നു. ആർക്കും എൻ്റെ എഴുത്തൊന്നും വേണ്ട, ഞാനൊരു ഫെയിലിയർ ആണ്, എന്ത് ചെയ്യണം, ഒരു ഹൗസ് വൈഫൊക്കെ ആവുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ആക്ച്വലി വളരെ നോബിൾ ആയിട്ടുള്ള പ്രൊഫഷനാണ്, പക്ഷെ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യം അങ്ങനെയായിരുന്നു. ഈ ഒരു പത്രപ്രവർത്തനം തന്നെ ഒരു ബ്ലഡിലുള്ളതാണെന്ന് തന്നെ പറയാമല്ലോ. അതെ, അത് കാരണം ഒരിക്കലും അങ്ങനെ ഒരു എന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയെ പറ്റി ആലോചിച്ചിരുന്നില്ല. പിന്നെ പേരൻസും ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവ് ആയത് കാരണം വീണ്ടും അയച്ചുകൊണ്ടേയിരുന്നു പബ്ലിഷേഴ്സിന്. അങ്ങനെ കിട്ടിയതാണ് ഫസ്റ്റ് ബുക്ക്. ഫസ്റ്റ് ബുക്ക് പബ്ലിഷായി വരിക എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. അതിനെ റിട്ടൺ ബൈ ശ്വേത ഗണേഷ് കുമാർ എന്നൊക്കെ കണ്ടിട്ടൊരു ബുക്ക് കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ കമ്പാരബിൾ ആയിട്ടുള്ള ഫീലിംഗ് എൻ്റെ മോള് ജനിച്ചപ്പോഴായിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് എൻ്റെ മോളുടെ ഓബ്വിയസ്ലി അതിനെക്കാട്ടിലും എത്രയോ മടങ്ങാണ്, പക്ഷെ ഒരു കമ്പാരബിൾ ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ രണ്ടാമത്തെ ബുക്കാണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിഷർ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത് ആദ്യത്തെ ബുക്കിന്റെ സക്സസ് കണ്ടിട്ട്. അങ്ങനെയാണ് ആ ബുക്ക് എഴുതുന്നത്. ആക്ച്വലി ഒരു അൺഎംപ്ലോയ്മെന്റിൽ നിന്നും വന്നതാണ് ഈ റൈറ്റിംഗിന്റെ, ഒരു ബുക്സ് റൈറ്റിംഗിന്റെ ഓപ്പർച്യൂണിറ്റി.